ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കാം കേട്ടോ. ഇലയട എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇലയട തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, അറിയാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. എല്ലാവർക്കും അറിയുന്ന, നമ്മൾ എപ്പോഴും വീട്ടിൽ രാവിലെ ചായക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമ്മൾ ഇല കൊണ്ടുവന്ന് കഴുകി നന്നായിട്ട് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓട്ടുചട്ടിയിലല്ല കേട്ടോ ചുടുന്നത്, ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് അട ചുടുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് തിളച്ച വെള്ളത്തിലൊന്ന് വാട്ടിയെടുക്കുക, ഉപ്പിട്ടിട്ട് പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇലയിൽ വളരെ നൈസായിട്ട് പരത്തണം. അപ്പോൾ കട്ടിയിൽ പരത്തിയിട്ട് തയ്യാറാക്കിയാൽ അട നന്നാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. വളരെ തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇതുപോലെ നന്നായി നമ്മുടെ മാവെല്ലാം കുഴച്ചതിന് ശേഷം ഇലയിൽ വെച്ച് ഇതുപോലെ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ അടയുടെ ഫില്ലിങ്ങൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ശർക്കരയിലല്ല പഞ്ചസാരയിലാണ് ചെയ്യുന്നത്. പഞ്ചസാര, നാളികേരം ചിരകിയത്, അതുപോലെ ഏലക്കായ വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അട ഉണ്ടാക്കുന്നത്. ഞാൻ വെറുതെ കുറേ എല്ലാം വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യും, നിങ്ങളോട് വിവരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ചിരകിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആ മാവ്, ഒരു ഇലയിലേക്ക് ആവശ്യത്തിനുള്ള മാവെല്ലാം വളരെ തിന്നായിട്ട് പരത്തിയതിന് ശേഷം ഈ നാളികേരം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയാണോ ശർക്കരയാണോ ഏതാണോ നമ്മൾ ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ശർക്കര ചേർക്കുകയാണെങ്കിൽ നമ്മൾ നാളികേരം, ശർക്കരയും ഏലക്കായും ഒക്കെ ചേർത്ത് ഒന്ന് കുഴച്ച് വയ്ക്കും. അപ്പോൾ ഞാനിവിടെ നാളികേരം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതൊന്ന് എല്ലാ ഭാഗത്തും നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇനി ആ ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുവരെ പരത്തി വെച്ചിരുന്ന ആ അടയിൽ നിന്നോട് വെച്ച് കൊടുത്തു. ഇങ്ങനെ തന്നെയാണ് അട ഉണ്ടാക്കുക കേട്ടോ. ഇനി അത് വേവിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഭാഗം ആവുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക, അങ്ങനെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. കാരണം കൊറോണ രണ്ടാം തരംഗം വന്നിരിക്കുകയാണ് അല്ലേ. വളരെ മാരകമായിട്ടൊക്കെ എല്ലായിടത്തും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഏതോ നാട്ടിലുള്ള ഒരു സംഭവം ഇപ്പം നമ്മുടെ വീടിന് അയൽവക്കങ്ങളിലൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്വന്തം കുടുംബത്തെ വളരെ ശ്രദ്ധിച്ച് അനാവശ്യമായിട്ടൊന്നും പുറത്തിറങ്ങാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് സംരക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ കൊറോണ വരാതിരിക്കാൻ എടുക്കേണ്ട നടപടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്കതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ ചെയ്യുക, അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ. പുറത്ത് വളരെ ഗംഭീരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. മഴയും ഇടിയും അതൊരു ഭാഗത്ത് അല്ലേ, എന്ത് പറ്റിയാവും നമ്മുടെ പ്രകൃതിക്ക്. അപ്പോൾ ആ രീതിയിലാണ് നാശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ, പൊന്നാനി തീരപ്രദേശങ്ങൾ, കടലോര ഭാഗത്തുള്ള വീടുകളെല്ലാം ഇടിഞ്ഞ് വീഴുന്നത് കാണാൻ വയ്യ. ഞങ്ങളുടെ തൊട്ടടുത്താണ്, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റേതായൊരു ആപത്തൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അവർക്കതെല്ലാം, തീരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അതെല്ലാം നേരിടാനുള്ളൊരു മനഃശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടിയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഓക്കെ. അപ്പോൾ കുറേ നാളായി ഞാൻ നിങ്ങളുമായിട്ടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടൊക്കെ. അപ്പോൾ ഒന്നുമല്ല, അതിനൊന്നും തോന്നിയില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും കുറേ നാളായാലും എന്ന് കരുതി ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ണിക്കുട്ടനൊന്നും എണീറ്റിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ആരുടെയും ഹെൽപ്പില്ലാണ്ടൊന്നൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്.
അപ്പോൾ നമ്മളൊരു ആദ്യത്തെ അട പരത്തിയത് വെച്ചിരുന്നു, അതായിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഭാഗം മറച്ചിട്ടു. ഇപ്പോൾ ചട്ടിയിലും അട ചൂടാട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഈ ദോശക്കല്ല് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് പാകത്തിന് ഓരോ ഭാഗവും വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ബാക്കിയുള്ള അടയുടെ മാവ് നമ്മൾ പരത്തിയെടുത്തു, അത് ഇതിൻ്റെ ഒപ്പം വെച്ചു. കാരണം വലിയ ചട്ടി ആയതുകൊണ്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തു. നന്നായിട്ട് അങ്ങോട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാകത്തിനൊക്കെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ 2 എണ്ണം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മുന്നേ 2 എണ്ണം ഞാൻ ചുട്ടെടുത്തു. ഞങ്ങൾക്ക് 4 ആൾക്കുള്ള അട. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ട്രൈപോഡിൽ ഞാൻ ഒന്ന് ഫോണ് വെച്ച് എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടനൊന്നും എണീറ്റിട്ടില്ല. ചിലപ്പോൾ സൗണ്ടൊക്കെ കേട്ട് ഇപ്പോൾ എണീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എണീക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം തുടച്ച് ക്ലീനാക്കി. ആളെത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇല്ലാതെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് അവൻ പറയുകയാണ്, ഇതായിരുന്നു അല്ലേ പണിയെന്ന് ചോദിക്കുക എന്നോട്. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കൽ അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വിറകടുപ്പിൽ കുറച്ച് കറി വെച്ചിരുന്നു. ഉച്ചയ്ക്ക് വേണ്ട കറി എന്താണ്, പരിപ്പും ചീരയില്ലേ. അപ്പോൾ നമ്മളുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക, ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അട ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ചുരുക്കമാണ്. അപ്പോൾ നമ്മളുടെ ചീരക്കറിയും ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഗ്യാസിലേക്ക് മാറ്റിയൊന്ന് ഇനി താളിക്കണം. അപ്പോൾ പരിപ്പും ചീരയിലെ കറിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കാണണം മറക്കരുത്. ബൈ, താങ്ക് യു.